ഞാൻ ഈ സ്ക്രീനിൽ തൊടുന്ന സമയത്ത് ഇവിടെ കുറേ ഡേറ്റാസ് പോകുന്ന കാണാം. ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഒരു ഫോണിൻ്റെ ടച്ച് വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് DSO വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ബാ, ഈ ഒരു ഫോണിൻ്റെ ടച്ചിൻ്റെ 4 കണക്ഷൻ ഞാൻ ജമ്പർ വയർ അടിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് ഡേറ്റ, ക്ലോക്ക്, ഇൻ്ററപ്റ്റ്, റീസെറ്റ് 4 ലൈനാണ്. ഈ 4 ലൈൻ നമുക്ക് DSO വെച്ച് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്തു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഡേറ്റ ലൈനിൽ പ്രോബ് കണക്ട് ചെയ്തു. ഇപ്പോൾ ഇത് നമുക്ക് ആദ്യത്തെ ചാനലാണ്, ചാനൽ 1 നമുക്ക് ഓണാക്കാം. അടുത്ത് നമ്മൾ ക്ലോക്കാണ് കണക്ട് ചെയ്യുന്നത്. ക്ലോക്ക് കണക്ട് ചെയ്തു. ചാനൽ 2 നമ്മൾ ഓണാക്കി. ഇത് ക്ലോക്കിൻ്റെ ലൈനാണ്. അടുത്ത് നമ്മൾ ഇൻ്ററപ്റ്റിൻ്റെ ലൈനും കണക്ട് ചെയ്തിട്ടുണ്ട്. ചാനൽ 4ലാണ് കണക്ട് ചെയ്തത്. ചാനൽ 4 നമ്മൾ ഓണാക്കി. ഞാൻ ഈ സ്ക്രീനിൽ തൊടുന്ന സമയത്ത് ഇവിടെ കുറേ ഡേറ്റാസ് പോകുന്ന കാണാം. ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് സൂം ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ഇൻ്ററപ്റ്റ്, രണ്ടാമത് കാണുന്ന ക്ലോക്ക്, മൂന്നാമത് കാണുന്ന ഡേറ്റ. ഈ 3 ലൈനിലും എപ്പോഴും 1.8 വോൾട്ടേജ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു വോൾട്ടേജിൽ നമ്മൾ സ്ക്രീനിൽ ആ ഒരു തൊട്ട ടൈമിൽ ഈ 1.8 വോൾട്ടേജ് 0ലേക്ക് താഴും. ഇങ്ങനെ താഴുമ്പോഴാണ് CPU മനസ്സിലാക്കുന്നത് നമ്മൾ ടച്ച് ചെയ്തു എന്ന്. ഈ സിഗ്നലിനാണ് ഇൻ്ററപ്റ്റ് എന്ന് വിളിക്കുക. ഈ ഒരു ഇൻ്ററപ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ക്ലോക്ക് ജനറേറ്റ് ആവുന്നത്. ഈ ഒരു ക്ലോക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ഇൻ്റർവെലിനുള്ള ഒരു സ്ക്വയർ വേവ് ആണ്. അതായത് 1.8 വോൾട്ടേജ് 0 ആവും, 1.8 ആവും, വീണ്ടും 0 ആവും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ക്ലോക്ക് സിഗ്നൽ കിട്ടിയതിന് ശേഷമാണ് ഈ ഡേറ്റ സിഗ്നൽസ് പാസ്സാവുന്നത്. ഈ കാണുന്ന റീസെറ്റ് ലൈൻ എന്തിനാണെന്ന് പറഞ്ഞുതരാം. ഈ ലൈൻ ഞാൻ DSOയിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ചാനൽ 3ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചാനൽ 3 ഓണാക്കാം. ഈ ഒരു ലൈനിൽ എപ്പോഴും 1.8 വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻ കേസ് ടച്ച് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത സമയത്ത് CPU അതിനെ 1.8 എന്നുള്ളത് 0 ആക്കി ഡൗൺ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ടച്ച് റീസ്റ്റാർട്ട് ആവും. അത് നമുക്ക് വലിയ ഫീൽ ചെയ്യില്ല, വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഈ ഒരു ലൈനിൽ ടച്ചിന് എന്തെങ്കിലും മൾഫങ്ഷൻ സംഭവിക്കുന്ന വരെ ഈ ലൈൻ 1.8 തന്നെ നിൽക്കും. ഇനി ഇത് ചെക്ക് ചെയ്യാൻ DSO ഇല്ലാത്ത ആളുകൾക്ക് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഡയോഡ് വാല്യൂ ചെക്ക് ചെയ്യാം. ഈ ഡയോഡ് വാല്യൂ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു 1.8 വോൾട്ടേജ് ഈ എല്ലാ ലൈനിലും കാണും. ഈ ഒരു വോൾട്ടേജും ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റ, ക്ലോക്ക്, അതേപോലെ റീസെറ്റ് ലൈനുകളിൽ 1.8 വോൾട്ടേജിന് വേണ്ടിയിട്ട് ഒരു പുള്ളപ്പ് റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ റെസിസ്റ്ററുകളെ കംപ്ലൈൻറ്റ് കൊണ്ടും ഈ ഒരു ടച്ച് വർക്ക് ചെയ്യാത്ത കേസുകൾ കിട്ടും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് അക്കൗണ്ട് ഫോളോ ചെയ്താൽ അടുത്ത വീഡിയോയിൽ കാണാം.